ഹായ് ഗൈസ്, എന്റെ സബ്സ്ക്രൈബറിൽ ഒരാളായ മാനുവൽ ബ്രോ കുറെ ദിവസമായി വീഡിയോസിന് താഴെ ആത്തിങ്കരയിൽ കൂത്തുന്നുള്ള സോങ്ങിന്റെ റിയാക്ഷൻ ചോദിക്കുന്നത്. കുറെ മൂവീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്, അതിന്റെ ട്രെയിലർ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്, സിനിമ വന്നുകൊണ്ടിരിക്കുവാണ്, ബിഗ് ബോസ് ഉണ്ട്, അങ്ങനെ ഒരു റഷിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പോസ് ചെയ്ത് കുറച്ചൊന്ന് സമയം കിട്ടുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നലെ ഇട്ട വീഡിയോന് താഴെ വരെ ബ്രോ ചോദിച്ചു, അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യാതെ വിടാൻ പാടില്ല. റോജ പ്രഭുദേവ പ്രധാന കഥാപാത്രമായിട്ടുള്ള നിലാകാലം എന്നുള്ള 2001 പടത്തിലെ സോങ് ആയത്. ഇത് എല്ലാ 90s കിഡ്സിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും. നമുക്ക് മലയാളത്തിൽ അങ്ങനെ നമ്മൾ ചെറുപ്പകാലത്ത് കണ്ടു വളർന്ന പാട്ടുകൾ നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും. അത് നമ്മൾ എത്ര പ്രായമായാലും ആ ഒരു പാട്ടിനോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും. ആ ഒരു സ്നേഹം കൊണ്ടാവും ബ്രോ ഈ ഒരു സോങ് റിയാക്ട് ചെയ്യാൻ പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ സോങ് റിയാക്ട് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. 3 പിള്ളേരുണ്ട്, ഒരു പെൺകുട്ടി 2 ആൺകുട്ടിയുണ്ട്. പാട്ടിന്റെ ഫീൽ എന്താ നമുക്ക് നോക്കാം. വാ. ஆலம் விழுதுல ஊஞ்சல் கட்டி வானம் தொட்டு விளையாடு. ஆத்தங்கரையில கூத்து நடக்குது தை தை என நீயாடு. ஆலம் விழுதுல ஊஞ்சல் கட்டி வானம் தொட்டு விளையாடு. நகரம் நரகமட அடட கிராமம் அடவானத்தை அளந்து கொள்ள இங்கே வசதிகள் உள்ளதடா. இங்கு வாரத்தில் ஒரு முறை பறவை என்றால் மரம் ஒன்று வேண்டுமடா. ஆத்தங்கரையில கூத்து நடக்குது என நீயாடு. ஆலம் விழுதுல ஊஞ்சல் கட்டி வானம் தொட்டு விளையாடு. ஆரோடு மீனோடு அதனதன் போக்கில் நீயோடு. பூவோடு உரையாடு உன்னிய தீர்த்தம் நீயாடு. வானோடு கேளிகள் வைத்து நீ ஏறு. அருகில்தான் விடு விடு வென்று முன்னேறு. பட்டாம்பூச்சியின் சிறகில் ஏறி ஊர் சுற்றி பார்ப்போம் வாங்க. தப்பி தவறி தரையில் விழுந்தால் பூக்களில் விழுவோம் வாங்க. இருக்கும் சுதந்திரத்தை இழக்க விரும்பவில்லை, 2 சிறகு பெறுவோம். ஆத்தங்கரையில கூத்து நடக்குது தை 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 என நீயாடு. ஆலம் விழுதுல ஊஞ்சல் கட்டி வானம் தொட்டு விளையாடு. നാട്ടുമ്പുറത്തിലേക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുക. பூவனங்கள் பொன்வண்டுகள் பூவர சம்பு நாயனங்கள் மாமரங்கள் தேன் குயில்கள் மல்லிகை பூவின் மண்டபங்கள் தாமரைகள் குடைப்பிடிக்க தவளைகள் பாடும் நீர்நிலைகள். தென்றல் வந்து தன்னுறங்க பூமத்தை போடும் புல்வெளிகள். இன்னொரு முறை நாம் பிறப்பது என்றால் இங்கே பிறந்திட வேண்டும். சட்டம் இல்லாமல் சட்டை இல்லாமல் காற்றாய்
விளையாடு. நகரம் நரகமடா, அடட கிராமம் சொர்க்கமடா. அடவானத்தை அளந்து கொள்ள இங்கே வசதிகள் உள்ளதடா. அட வாழ்க்கையில் ஒரு முறை பறவை என்றாகும் வரம் ஒன்று வேண்டுமடா. ஆத்தங்கரையில கூத்து நடக்குது, என நீ ஆடு. ஆலம் விழுதுல ஊஞ்சல் கட்டி வானம் தொட்டு விளையாடு. ഇതിന്റെ മ്യൂസിക് കമ്പോസർ ഭരണി എന്ന് പറയുന്ന ഒരാളാണ്. സുജാതയാണ് ഇതിന്റെ സ്റ്റോറി. സാധാരണ ശങ്കർ പടങ്ങൾക്ക് എഴുതുന്ന ഒരാളാണ്. ഈ കുട്ടികളില് ഈ പെൺകുട്ടി റോജയായിട്ട് മാറുന്ന ആളാണോ സംശയമുണ്ട്. ആ 2 ആമ്പിള്ളറിൽ ഒരാള് പ്രഭുദേവയായി മാറുന്നതാണോ സംശയമുണ്ട്. എന്റെ പഴയ കുട്ടിക്കാലം ഓർക്കുന്ന ആവാം. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഈ പാട്ട് ഞാൻ മാനുവൽ ബ്രോ പറഞ്ഞതിന് ശേഷമാണ് കേട്ടത്. നല്ല രസമുണ്ട്. ഒരു കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. നഗരത്തുനിന്ന്, അതായത് സിറ്റി ലൈഫിൽ നിന്ന് നാട്ടിലേക്ക് വെക്കേഷനിൽ വരില്ലേ നമ്മള്, സമ്മർ വെക്കേഷൻ ഒക്കെ വരുമ്പോ നമ്മളിങ്ങനെ മതിമറന്ന് കളിക്കൂലേ, ആ ഒരു ഓർമ്മകളൊക്കെ ഈ പാട്ട് കൊണ്ടുവരുന്നുണ്ട്. പാട്ട് നല്ല രസം, സീനൊക്കെ അടിപൊളിയാണ്. ഈ ഒരു സിനിമ, ഈ ഒരു പാട്ട് കണ്ടു വളർന്നവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അതിപ്പോ നമ്മൾ ചെറുപ്പത്തിലെ കണ്ട പാട്ടുകൾ നമുക്ക് ഭയങ്കര അടുപ്പായിരിക്കും അതിനോട്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ കളി സംഭവങ്ങളായി കണക്ട് ചെയ്യുന്ന ഒരു പാട്ടും സിനിമയാണ് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ പണ്ടത്തെ മൈ ഡിയർ കുട്ടിച്ചാതനും പിന്നെ ആനിയത്തി പ്രാവിലെ മിന്നും മിന്നാ മിന്നി എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ആ സമയത്ത് നമ്മൾ അതൊക്കെ കണ്ടിട്ടാ വളർന്നത്. ഈ മിന്നും മിന്നാ മിന്നി എന്നുള്ള പാട്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ ഡാൻസ് ചെയ്ത പാട്ടാണ്. അതുകൊണ്ടൊക്കെ ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. പാട്ടിൽ തന്നെ പറയുന്നുണ്ട് നഗരം നരകമട, ഗ്രാമ സ്വർഗമട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു മണ്ണിലൊക്കെ കളിച്ച ഒരു ഓർമ്മയൊക്കെ നമുക്ക് വരുന്നുണ്ട്. മണ്ണിലൊക്കെ പിറകി കളിച്ച സമയമുണ്ടല്ലോ, അപ്പം ചുട്ടിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്, അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ 2 പിള്ളേരും കൂടെ ആ പെൺകുട്ടിയെ കഴുതന്റെ മേലെ കയറി ഓടിക്കുന്നതും, അടക്കൊക്കെ പിടിക്കുന്ന കിഴങ്ങിന്റെ എന്താ പറയാ ഓലയൊക്കെ ഉണങ്ങി വീഴും. അപ്പൊ അതിന്റെ പാളയുണ്ടാവും, എന്ന് വെച്ചാൽ താഴത്തെ ഭാഗം, ഓല ഭാഗമല്ല താഴത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ ഇരുത്തി എന്നിട്ട് ആ പാളിങ്ങനെ വലിക്കുന്ന ഓർമ്മയൊക്കെ ഉണ്ടായി ചെറുപ്പത്തില്. ഞാനൊരു നാട്ടുമ്പുറത്ത് വളർന്ന ഒരാളാണ്. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് പുഴയായിരുന്നു. പുഴയിൽ കളിച്ചതും പിള്ളേരെ കൂടെ നീന്തി കളിച്ചതും മുങ്ങി കളിച്ചതും അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതാണ് ഒരുപാട് മെമ്മറീസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പാട്ട് കണ്ടു വളർന്നവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടോ? ഈ പാട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ? അല്ല, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ട് ഏതായിരുന്നു? ഈ പാട്ടിന് എത്രമാത്രം ആരാധകരുണ്ടെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. താഴെ കമന്റ് ചെയ്യണേ, മറക്കാതെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ, മറന്നൂടെ. അപ്പൊ അത്ര എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.